വല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ ഹൈറിച്ചോളുകളുടെ അവസ്ഥ. അവർ എല്ലാവരെയും കൂട്ടി ഒരു 10,000-1500 ആൾക്കാരെ കൂട്ടി അവർ സെക്രട്ടേറിയറ്റ് കാണിക്കാൻ പോയി. അവിടെ 1-2 മണിക്കൂർ വെയിൽ കൊണ്ടു. എന്നിട്ടും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ അവിടെ വന്നില്ല. അവരൊന്നും വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. അവിടെ ഉദ്ഘാടനത്തിന് വന്ന മുരളീധരനാണെങ്കിൽ മണിക്കൂറുകൾക്കകം അദ്ദേഹം വാക്കുമാറ്റുകയും ചെയ്തു. എന്നെ പറ്റിക്കുകയായിരുന്നു, ഇവരൊക്കെ ജീവനക്കാരാണ് എന്ന് പറഞ്ഞാണ് എന്നെ സമീപിച്ചത്. ജീവനക്കാരുടെ പ്രശ്നത്തിലാണ് ഞാൻ ഇടപെട്ടത്. ഒരിക്കലും ഈ തട്ടിപ്പ് കമ്പനിയെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ കടുത്ത നിരാശയിലാണ്. ഇതിനു മുന്നേ ഇവർ ആലോചിച്ചിരുന്നത് VD സതീശനെ കാണാനായിരുന്നു. VD സതീശനെ കാണാൻ പോയപ്പോൾ VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫ് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം അനിലക്കരയല്ലേ, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ട നീതി വാങ്ങിത്തരും എന്ന്. അപ്പോഴാണ് ഇവർ പറഞ്ഞത്, അത് FIR ഇട്ടവർക്കുള്ള നീതിയാണ് അദ്ദേഹം നോക്കുന്നത്, നമുക്ക് ഈ കമ്പനി തിരിച്ചു കൊണ്ടുവരണം, നമ്മൾ ലീഡർമാരാണ്, നമുക്കെതിരെ കേസ് വരുന്നുണ്ട് എന്ന്. പിന്നെ ഇവരൊന്നും തന്നെ VD സതീശന്റെ ഓഫീസിൽ പോയിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ ഇവർ ബന്ധപ്പെട്ടത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. കുഞ്ഞാലിക്കുട്ടി ഹൈറിച്ച് എന്ന് കേട്ടപ്പോൾ തന്നെ ഇത് നാട്ടുകാരെ പറ്റിച്ച കമ്പനിയല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് കുഞ്ഞാപ്പ ചെയ്തത്. അപ്പോ എല്ലാം കൊണ്ടും എളുപ്പരായ ഹൈറിച്ചിലെ ലീഡർമാർ ഇന്നത്തെ കലാപരിപാടി എന്ന് പറയുന്നത് പത്രങ്ങളെ വിളിച്ച് നിങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ധർണ റിപ്പോർട്ട് ചെയ്തില്ല, നിങ്ങളുടെ പത്രം നമ്മൾ ബഹിഷ്കരിക്കുകയാണ്, നിങ്ങളുടെ ചാനൽ നമ്മൾ ബഹിഷ്കരിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് രാവിലെ മുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെറുതെയായി, തിരുവനന്തപുരം പോയത് വെറുതെയായി എന്ന് ഇവർ തന്നെ സമ്മതിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 2 തവണയാണ് ഈ കമ്പനി തട്ടിപ്പ് കമ്പനിയാണ്. ഈ കമ്പനിക്ക് യാതൊരു ബിസിനസ്സും ഇല്ല. ഈ കമ്പനി പണമുണ്ടാക്കിയത് മുഴുവൻ സ്പോൺസർ സ്കീമിലാണ് എന്ന് 2 തവണയാണ് വഡ്സ് കോടതി വിധിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇവർ കള്ളം പറയുകയാണ്, ഇതുവരെ കോടതികളൊന്നും വിധിച്ചിട്ടില്ല എന്ന്. പിന്നെ ഇവർ പറയുന്നത് കേസ് നീണ്ടു പോവുകയാണ് എന്നാണ്. എന്താണ് അതിന് കാരണം? അതിന് കാരണം കമ്പനി തന്നെയാണ്. കമ്പനി ഇതുവരേക്കും വഡ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞ് കോടതിയിൽ വാദിച്ചിട്ടില്ല എന്നുള്ളതാണ്. കമ്പനി അവിടെ അയ്യായിട്ട് സ്കൂൾ ഫീസിന് പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, ചികിത്സിക്കാൻ പൈസയില്ല, യാത്ര ചെയ്യാൻ കാറില്ല എന്നൊക്കെ പറഞ്ഞ് 10-15 സിറ്റിങ്ങുകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് കേസ് നീണ്ടുപോകുന്നത്. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന വഡ്സിന്റെ അപ്പീൽ വെറും 3-4 സിറ്റിംഗ് കൊണ്ട് തീരുമാനമായിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ വാദിച്ചിരുന്നത് ഇതിലെ ന്യൂനതകൾ പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നത് കാറ് വേണം, ചികിത്സിക്കാൻ പൈസ വേണം, അക്കൗണ്ടുകൾ അൺഫ്രീസ് ആക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. കേസ് വഡ്സിന്റെ കേസ് വാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഉടൻ തന്നെ
തീരുമാനമുണ്ടാവും. പക്ഷെങ്കിൽ അത് വാദിക്കാതെ മറ്റ് അപ്ലിക്കേഷൻ കൊടുത്ത് നീട്ടി 3 ആഴ്ചയും 4 ആഴ്ചയും നീട്ടി കൊണ്ടുപോവുകയാണ് കമ്പനി തന്ത്രപൂർവം ചെയ്തുകൊണ്ടിരിക്കുന്നത്.